വെൽക്കം ബാക്ക് ടു N9 ഫാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ വർക്കാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത് ഇതൊരു നെക്ലേസ് ആക്കണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു പോയി, അത് ഇടണമെന്ന് വിചാരിച്ച ഫംഗ്ഷൻ കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു ഹെയർ ബാൻഡിൽ ചെയ്യാമെന്ന്. സോ ഇതേപോലത്തെ 2 ലെയേഴ്സുള്ള ബീഡ്സാണ് ഞാൻ എടുത്തത്. ഒരു ലെയറിന് 10 റുപ്പീസാണ് വരുന്നത്. അപ്പം എന്നോട് പലരും സിംഗിൾ ലെയറായിട്ട് സെയിൽ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്ലീസ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് എടുത്ത് വെച്ചതിന് ഒരു ലെയർ ഒരു കളർ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് 4mm ആണ് ബീഡ്സിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു ലെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇതിന് കോൺട്രാസ്റ്റിംഗ് കളറായിട്ടുള്ള ഒരു വയലറ്റ് കളറും കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. അതും ഒരു ലെയറാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2 ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഒരു ഹെയർ ബാൻഡ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ 2 ഇത് വെച്ചിട്ട് 2 ഹെയർ ബാൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബീഡ്സ് ഹെയർ ബാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. ഈ ഒരു സെയിം വർക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള നെക്ലേസും കയ്യിലിടുന്ന ബ്രേസ്ലെറ്റും കമ്മലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയാസ് കാണാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു ഇലാസ്റ്റിക് ത്രെഡാണ്. ഇലാസ്റ്റിക് ത്രെഡ് അല്ല കേട്ടോ, ഞാൻ എടുത്തത് പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ്. അതിലേക്ക് ഞാൻ ഈ ബീഡ്സ് 4 കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 നമ്മളിവിടെ കോർത്തെടുത്തിട്ടുണ്ട്. 4 കോർത്തു. ഇനി ഒരൊറ്റ കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. 5ാമത്തെ ബീഡ് ഒരു വയലറ്റ് ബീഡാണ് ഞാൻ എടുത്തത്. ഇങ്ങനെ കോർത്തു. ദെൻ മറ്റേ കണ്ണിണ്ടല്ലോ ഓപ്പോസിറ്റുള്ള, അത് ഓപ്പോസിറ്റായിട്ടും ഇതേപോലെ കോർത്ത് കൊടുക്കുക കേട്ടോ. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വലിക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഏത് മെറ്റീരിയൽസ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 10 രൂപയിൽ തന്നെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നമുക്ക് വെറുതെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഹെയർ ആക്സസറീസ് ബിസിനസ്സൊക്കെ ഇപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് ആണെങ്കിലും ഇതേപോലത്തെ ബീഡ്സിലൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. ദെൻ ഒരു സൈഡിൽ 2 യെല്ലോ ബീഡ് കോർത്ത് കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അതേപോലെ 2 തന്നെ കോർത്ത് കൊടുത്തു. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് പല ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പല കളേഴ്സ് മിക്സ് ചെയ്തിട്ടും പല ഡിസൈനൊക്കെ ആക്കിയിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിലൊക്കെ മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇത് ഞാൻ മോളുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, നഴ്സറി പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രസ്സിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ നെക്ലേസാണ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അന്നേക്ക് റെഡി ആയില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അവർക്കൊരു ബേബി ഹെഡ് ബാൻഡ് തന്നെ വെച്ചിട്ട് മാല സെറ്റ് ചെയ്ത് കൊടുത്തു. വെറുതെ ഹെഡ് ബാൻഡ് കൊണ്ട് മാലയാക്കി വെച്ച് കൊടുത്താൽ ചെയ്തത്. പക്ഷെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെച്ചാൽ ഇത് നമ്മൾ 2 ഭാഗത്തും 2 ബീഡ്സ് വീതം കോർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ബീഡ്സ് നമ്മൾ വയലറ്റ് എടുത്തു. ഞാൻ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്താട്ടോ. ആ ഡ്രസ്സിൽ ബ്ലാക്ക് കളർ ഇരുന്നു. ദെൻ ഇതേപോലെ കോർത്ത് കൊടുത്തു. ദെൻ ഓപ്പോസിറ്റ് സൈഡാക്കിയിട്ട് മറ്റേതും കോർത്ത് കൊടുക്കുക. 2 നൂലുണ്ടല്ലോ, 2 ഓപ്പോസിറ്റായിട്ട് കോർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. വീഡിയോയിൽ ചെറിയ ചില മിസ്റ്റേക്സ് ഒക്കെ പറ്റി കോർത്ത് കൊടുക്കുന്നത് കാണുന്നില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നത് അതേപോലെ തന്നെ കേട്ടോ നമ്മൾ ഇനിയും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ വർക്ക് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. 2 സൈഡിൽ 2 യെല്ലോ ബീഡ് കൊടുക്കുക. ദെൻ നടുവിലുള്ളത് ബ്ലൂ ഒന്നായിട്ട് കോർത്ത് കൊടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ. വീണ്ടും നമ്മൾ ഇതേപോലെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും 2 യെല്ലോ ബീഡ് കോർത്ത് കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ വയലറ്റ് ബീഡ് ഒന്ന് ഇതേപോലെ ഇങ്ങോട്ടേക്കും കോർത്ത് കൊടുക്കുക. വലതുവശത്തേക്ക് കോർക്കുമ്പോൾ ഒന്ന് ഇടതുവശത്തേക്കും കോർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 നൂലും കൂടി വലിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ വേണോ അത്രത്തോളം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൈ ചെയിനൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ അത്രത്തോളം ലെങ്ത്ത് വേണ്ട. നെക്ലേസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നെക്ലേസിൻ്റെ ഹുക്ക് ഇട്ട് കൊടുത്താൽ മതി 2 സൈഡിലും. അപ്പോൾ നെക്ലേസ് ആയിട്ട് ഉപയോഗിക്കാം, കൈ ചെയിനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഹെയർ ബാൻഡിൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ ഹെയർ ബാൻഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മുഴുവൻ വർക്ക് കാണിക്കാം, അവസാനം കാണിക്കാം. ഇത് ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നെക്ലേസിൻ്റെ ലെങ്ത്തിലായിരുന്നു ചെയ്തത്. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ ലെങ്ത്ത് നോക്കിയപ്പോൾ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഹെയർ ബാൻഡിലാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ഉരുക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നേരിട്ട് തന്നെ നിങ്ങൾക്കത് ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സെക്യൂർ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ഒക്കെ ആണെങ്കിൽ ഒരു ഗിയർ വയറോ അല്ലെങ്കിൽ സാധാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണി കൊണ്ടൊക്കെ ആ ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിൽ എന്നിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യാണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഹെയർ ബാൻഡിൽ ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മുതൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ സെയിൽ ചെയ്യണ ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അല്ലാത്തവരുണ്ടെങ്കിൽ കേൾക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അല്ലാത്തവർക്കാണെങ്കിൽ ഇതേപോലെ കൈച്ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാകും സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടാൽ. അപ്പോൾ ഇനി സെയിൽസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ബാൻഡിന് ഞാൻ പ്രൈസ് സെറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളെ കയ്യിൽ നിന്ന് ആൾക്കാർ വാങ്ങിക്കണം അല്ലേ. അങ്ങനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, പുറത്ത് ഷോപ്പിൽ എത്രയാണ് ഇങ്ങനത്തെ മോഡൽ ഹെയർ ബാൻഡിൻ്റെ റേറ്റ് എന്ന് അറിയണം. അപ്പം ഇത് ഞാൻ അതിൻ്റെ മുൻപ് ഉണ്ടാക്കിയൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത് അന്ന് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്തതാണ്. ഇതിപ്പോഴും നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നല്ല റഫ് യൂസാണ്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, അറിഞ്ഞു പോന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് സെറ്റ് ചെയ്യുക? വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നല്ലൊരു എമൗണ്ടിൽ സെയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ ഷോപ്പിലൊക്കെ വെറുതെ പോയപ്പോൾ ഞാൻ ഇത് യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. ഇതേ മോഡൽ കുറേ ഹെയർ ബാൻഡ് ഷോപ്പിൽ കണ്ട്. അപ്പോൾ അവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 89, 99 റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. കണ്ടോ, ഇതാണ് ആ ഷോപ്പിൽ ഞാൻ കണ്ട ഹെയർ ബാൻഡ്സ്. പ്രത്യേകിച്ചൊന്നുമില്ല, ബീഡ്സ് മാത്രം ഇതേപോലെ കോർത്ത് കൊടുത്ത ഹെയർ ബാൻഡാണ്. 89 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഈ 89 റുപ്പീസ്, അപ്പോൾ ഞാൻ ഇതിനൊരു 100 റുപ്പീസൊക്കെ ഇടുകയാണെങ്കിൽ ആരും വാങ്ങിക്കില്ല അല്ലേ. അപ്പോൾ ഒരു 60 റുപ്പീസിലൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ എന്തുണ്ടാവും, എൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ബാൻഡിന് എന്ത് ചെയ്തു അറിയോ, 60 റുപ്പീസ് സെറ്റ് ചെയ്തു. ഇനി ഒരു 70 ആണെങ്കിൽ പോലും നിങ്ങളെ കയ്യിൽ നിന്ന് ആൾക്കാർ വാങ്ങിക്കാനുണ്ടാകും. അപ്പോൾ നമ്മൾ ഷോപ്പിലുള്ളതിനെക്കാട്ടും എപ്പോഴും ഒരു 10-20 രൂപ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഈ ഒരു ഹെയർ ബാൻഡ് എന്നല്ല, എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് പ്രൈസ് അപ്പോൾ ഷോപ്പിലുള്ളതിനെക്കാട്ടും കുറച്ചുകൂടി റേറ്റ് കുറയുമ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു ടിപ്പ്. ഞാൻ അബദ്ധത്തിൽ ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ്. അപ്പം വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം അപ്പം കുറേ നേരമായില്ലേ പറയണു, സോറി. താങ്ക് യു.